ബന്ധുക്കളെല്ലാം ദേ അക്കരെ തന്നെയുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയാവും? ചായക്കടയുടെ മുന്നിൽ ഇളകിയാടുന്ന ബെഞ്ചിലിരുന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. അടർന്നു വീണ അക്ഷരങ്ങൾക്കൊപ്പം ഉരുണ്ടു വീണ കണ്ണീർ കനലുകൾ ആരും കാണാതെ തോർത്തുകൊണ്ട് തട്ടിയിട്ടുകൊണ്ട് അയാൾ ചിരിക്കുന്നതായി നടിച്ചു. ഓ എൻ്റെ ഏട്ടാ, നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയില്ലേ? ആരെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഈ ചിരി? ചായക്കടക്കാരൻ അൻവർ ക്രുദ്ധനായി. അതെന്നെ തെക്കേലെ സുമതിയുടെ കല്യാണ സമയത്താണ്. ചിങ്ങം മലയിടിഞ്ഞതും പാലം തകർന്നതും സുമതി 2 പെറ്റൂട്ടാ. കുട്ടിക്കൃഷ്ണേട്ടാ, ആ പാലം പണി കഴിഞ്ഞിട്ട് മകനെയും കുടുംബത്തെയും കാണാമെന്ന് കരുതി നിങ്ങൾ പനിക്കണ്ട, നടക്കൂല. കേട്ടിരുന്ന അശോകനും കുട്ടിക്കൃഷ്ണന്റെ മനപ്പായസത്തിൽ പൂഴിയിട്ടു. അയാൾ മെല്ലെ എഴുന്നേറ്റു. തകർന്ന പാലത്തിന്റെ ഇങ്ങേ തലയിൽ നിന്ന് അക്കരയ്ക്ക് നോക്കി. മങ്ങിയ ദൂരക്കാഴ്ചയിൽ പാലത്തിലൂടെ തൻ്റെ പേരക്കുട്ടി ഓടി വരുന്നതായി സങ്കല്പിച്ചു. മങ്ങിയ ദൂരക്കാഴ്ചയിൽ പാലത്തിലൂടെ തൻ്റെ പേരക്കുട്ടി ഓടി വരുന്നതായി സങ്കല്പിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരി പടർന്നു. പെട്ടെന്ന് കണ്ണിലാകെ ഇരുട്ട് പടർന്നു. അവസാനത്തെ കാഴ്ചയുടെ സൗന്ദര്യം നുകർന്നുകൊണ്ട് അയാൾ പാലത്തിൻ്റെ തകർന്ന കൈവരിയിലേക്ക് തകർന്നു പോയി. അവസാനത്തെ കാഴ്ചയുടെ സൗന്ദര്യം നുകർന്നുകൊണ്ട് അയാൾ പാലത്തിൻ്റെ തകർന്ന കൈവരിയിലേക്ക് തളർന്നു വീണു. ഒരു ചിരി ബാക്കിയാക്കിക്കൊണ്ട്